ആക്ച്വലി ഒരു പഠിക്കുക എന്നുള്ളൊരു ഇത് കിട്ടൂല. ആളുകളൊക്കെ കാണാനൊക്കെ ആയിട്ട് വരും. ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് നമ്മളെ മാതിരി തന്നെ മെയിൻസ് ക്വാളിഫൈ ആവാൻ കഴിഞ്ഞില്ല. 12th പഠിക്കുമ്പോൾ എൻ്റെ ഫിസിക്സ് സാർ പറയണ്ടായി. അപ്പോൾ അത് ഹെൽപ്ഡ് എ ലോട്ട്. എൻ്റെ പേര് ഷബാക്കി ഷെരീഫ്. ഞാൻ തിങ്ക് മലപ്പുറം റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് പട്ടാമ്പിയാണ്. ഞാൻ NID 2024 കാറ്റഗറി 20th റാങ്ക് ആണ് എൻ്റെ. പിന്നെ ഓൾസോ നിഫ്റ്റ് 149 ആണ് റാങ്ക്. NIDനെ പറ്റി ഞാൻ 10th കരിയർ ഗൈഡ് പറഞ്ഞിട്ടാണ് അറിയുണ്ടായി. നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ കരിയർ ഗൈഡ് NID ആയിരിക്കും കൂടുതൽ ആപ്റ്റ് എന്ന് പറഞ്ഞ്. 12th പഠിക്കുമ്പോൾ എൻ്റെ ഫിസിക്സ് സാർ പറയണ്ടായി കരിയർ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ 12th എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രിലിംസ് ക്വാളിഫൈ ആയി, പക്ഷേ മെയിൻസ് ക്വാളിഫൈ ആവാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത്. ഞാൻ തിങ്കിൻ്റെ കോട്ടക്കൽ ബ്രാഞ്ചിലായിരുന്നു. നമ്മളെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. ആക്ച്വലി ഇപ്പോൾ നമ്മൾ +2 സയൻസൊക്കെ കഴിഞ്ഞ് പിന്നെ തിങ്കിക്ക് വരുമ്പോൾ 1 ഇയർ തിങ്കിൽ ഭയങ്കര ഫ്രീ ആയി. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് നമ്മളെ മാതിരി തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്കവിടെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. 1 ഡേ ഇടവിട്ടിട്ട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഡെയിലി ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ഹെൽപ്ഡ് എ ലോട്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ചെയ്യണോണ്ട് ഈസി ആയിരുന്നു എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് തിങ്കിൽ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഓണം, ഹാലോവിൻ സെലിബ്രേഷൻ ഒക്കെ അത് ടിപ്പിക്കൽ അല്ലാണ്ട് നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ ഫാക്കൽറ്റീസ് അടിപൊളിയാണ്. നമുക്ക് പെർമനൻറ്റ് സ്റ്റാഫുകളും ഗസ്റ്റ് സ്റ്റാഫായിട്ട് ഒരുപാട് നിഫ്റ്റിയൻസ് ആൻഡ് ഐഡിയൻസും ഒക്കെ വരുമായിരുന്നു. പിന്നെ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യും. കോട്ടക്കൽ ബ്രാഞ്ചിൽ നമുക്ക് സ്കെച്ച് വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. അത് നല്ല രസമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഇറങ്ങും, എന്നിട്ട് സീൻ ഡ്രോയിങ്, പിന്നെ അനാട്ടമി, നമ്മൾ വഴിയുള്ളവരൊക്കെ വരക്കും. പിന്നെ നമ്മൾ കുറേയൊക്കെ വരച്ച് വരുമ്പോൾ ആളുകളൊക്കെ കാണാനൊക്കെ ആയിട്ട് വരും. പിന്നെ ഓൾസോ നമ്മൾ ക്ലാസ്സിൽ ഓരോരുത്തർ ഓരോ പോസ് ചെയ്തിട്ട് അനാട്ടമി ഒക്കെ പഠിക്കാനായിട്ട് എല്ലാം ആക്ച്വലി ഫണ്ണായിരുന്നു മൊത്തത്തിൽ ഈ 1 ഇയർ. പിന്നെ ക്ലാസ് ആണെങ്കിലും ഭയങ്കര നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക. മൊത്തത്തിൽ ഫണ്ണാണ്. ആക്ച്വലി ഒരു പഠിക്കുക എന്നുള്ളൊരു ഇത് കിട്ടൂല. നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് കളിച്ച് ബട്ട് ഓൾസോ പഠിക്കലും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുക. എക്സാമിൻ്റെ അടുത്തെത്തിയപ്പോക്ക് ലാസ്റ്റ് മന്തൊക്കെ ആയപ്പോക്ക് എല്ലാവരും സീരിയസ് ആവാൻ തുടങ്ങി. കുറച്ച് ടൈറ്റായി. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാം ഒക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ ബാക്കിലാണെങ്കിൽ ഭയങ്കര ഇതാവും. പിന്നെ ഓൾസോ തിങ്ക് ഒരുപാട് മെറ്റീരിയൽസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്തുകൊണ്ടായിരുന്നു ലാസ്റ്റ് മന്തിൻ്റെ പഠനം. റിസൾട്ട് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ക്വാളിഫൈ ആയാൽ തന്നെ 20 ഒന്നും ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റിസൾട്ട് വന്ന ഉടനെ ഫ്രണ്ട്സ് എല്ലാം മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്കായിരുന്നു കൂടുതൽ അറിയാനായിട്ടത്. ശരിക്കും ഞെട്ടിപ്പോയി. ഫാമിലി ആണേലും എല്ലാവരും ഹാപ്പിയാണ്. കോച്ചിങ്ങിൻ്റെ ഒരു ഫേസ് എത്തിയപ്പോൾ നമ്മൾ ഡെയിലി ലൈഫ് ഡിസൈനുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോവുകയാണേലും എന്ത് ചെയ്യുകയാണേലും എല്ലാം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. എല്ലാം എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയൊക്കെ ഇതിനൊക്കെ സംബന്ധിച്ച് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഓൾസോ ഡ്രോയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഐഡിയ എന്താണെങ്കിലും അത് വരച്ചവർക്ക് കൺവേ ചെയ്യാനായിട്ട്. ഓൾസോ നമ്മുടെ എത്രത്തോളം ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം വൈൽഡായി ചിന്തിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്.